ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെപ്പർ ഹാർട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. കപ്പ ഉപയോഗിച്ചുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുഡിംഗ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. നമ്മളെടുക്കുന്ന പാലിൻ്റെ ഒരു 1/4 ഭാഗം മതിയാവും. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഈ കപ്പ ഒരു അരിപ്പയിലിട്ട് അതിലെ നീര് ഒഴിവാക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കപ്പ വേവിക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടില്ല. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കുറച്ച് ലൂസായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും മതി. അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ചൈന ഗ്രാസിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ചേർത്താലും മതിയാവും. പിന്നെ ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് 1 ലിറ്റർ പാലൊഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. കപ്പ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. അടി പിടിച്ചാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളെടുത്തിട്ടുള്ള കപ്പ കയ്പ്പുള്ളതാണോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കയ്പ്പുണ്ടെങ്കിൽ ആദ്യം കുറച്ച് തിളച്ച വെള്ളത്തിൽ ഈ കപ്പ ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് ഊറ്റിയെടുത്തിട്ട് എന്നിട്ട് പാലിലിട്ട് വേവിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ കയ്പ്പ് മാറിക്കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 7-8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ആവാം. പിന്നെ ചൂടോട് കൂടിയുള്ള മധുരം ആവില്ല, തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറയും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ബാലൻസ് ചെയ്തിട്ട് മധുരം റെഡിയാക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 200 ഗ്രാം മിൽക്ക് മെയ്ഡും. ഞാൻ 200 ഗ്രാമിൻ്റെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് മൊത്തമായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഉടനെ തന്നെ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. കുതിർത്ത് വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടിക്കോളും. പിന്നെ ചൈന ഗ്രാസ് കപ്പയിലേക്ക് ഒഴിക്കുമ്പോൾ 2 ബാറ്ററും നല്ല ചൂടുണ്ടായിരിക്കണം. അതുകൊണ്ട് കപ്പ വേവിച്ച ഉടനെ തന്നെ ചൈന ഗ്രാസും അലിയിക്കാൻ വെക്കണം. അല്ലാതെ കപ്പ തണുത്തതിന് ശേഷമൊന്നും ആവരുത്. അങ്ങനെ ആയാൽ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ കൂട്ട് ഒരു പുഡിംഗ് ട്രേയിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് തന്നെ സെറ്റായി പോവും. എന്നിട്ട് പിന്നെ ഇതൊന്ന് തണുത്ത് സെറ്റായതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് പിന്നെ തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഫങ്ഷൻസിനൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.